നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അവസാന മണിക്കൂറിലെ വിൽപ്പനയ്ക്ക് ശേഷം നിഫ്റ്റി 25,900 താഴെയായിട്ട് ക്ലോസ് ചെയ്തു. നിഫ്റ്റി 26,000 പോയിന്റ്സ് ഇൻട്രാഡേയിൽ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും അവസാന മണിക്കൂറിലെ സെല്ലിംഗ് പ്രഷറാണ് നിഫ്റ്റി 25,900 താഴെയായി ക്ലോസ് ചെയ്യാൻ കാരണമായത്. ഇന്നത്തെ ഈ മന്ത്ലി എക്സ്പയറിയിൽ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇനി ഓവറോൾ ഇന്നത്തെ മാർക്കറ്റ് ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കിയാൽ നിഫ്റ്റി 75 പോയിന്റ്സ് ഇടിഞ്ഞു, സെൻസെക്സ് 314 പോയിന്റ്സ് ഇടിഞ്ഞു, നിഫ്റ്റി ബാങ്ക് വെറും 15 പോയിന്റ്സ് മാത്രമാണ് ഇടിഞ്ഞത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മിഡ് ക്യാപ്പ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്, 216 പോയിന്റ്സ് ഉയർന്നു. നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകളാണ് നല്ല നേട്ടമുണ്ടാക്കിയത്. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്കും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചുള്ള നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂ കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഡ്രാഗേഴ്സ് ആയ സ്റ്റോക്കുകൾ ഇൻഫോസിസ്, HDFC ബാങ്ക്, കൊഡാക് ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ താഴേക്ക് വലിച്ചത്. നിഫ്റ്റി ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് അദാനി എന്റർപ്രൈസസ് ആയിരുന്നു, 3% ഇടിഞ്ഞു. കൂടാതെ ടാറ്റ മോട്ടോഴ്സ്, ട്രെൻഡ് എന്നീ സ്റ്റോക്കുകൾ വീണ്ടും ഇടിവ് തുടരുകയാണ്, 2% വീതം ഇടിഞ്ഞു. മികച്ച നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഓർഡർ നേടിയതിനു ശേഷം ബെല്ല് 2% നേട്ടമുണ്ടാക്കി, നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനറായും ബെല്ല് മാറി. മറ്റ് നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ശ്രീരാം ഫിനാൻസ് 1% ഉയർന്നു. IIFL ഫിനാൻസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ 3 മുതൽ 4% വരെയും നേട്ടമുണ്ടാക്കി. ഇനി നമ്മൾ പറഞ്ഞതുപോലെ മിഡ് ക്യാപ് സെഗ്മെന്റ് നല്ല പെർഫോമൻസ് ആണ് ഇന്ന് നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്ക് കർണാടക ബാങ്ക് ആയിരുന്നു. സ്റ്റോക്ക് ഏകദേശം 10% ഉയർന്നു. ഈ 5 ദിവസം കൊണ്ട് സ്റ്റോക്ക് ഏകദേശം ഉയർന്നത് 23%. മറ്റൊരു സ്റ്റോക്ക് യാത്ര ഓൺലൈൻ ആയിരുന്നു. സിഇഒയുടെ മാറ്റം ആസൂത്രിതമായിരുന്നു എന്ന് കമ്പനിയുടെ മാനേജ്മെന്റ് അറിയിച്ചതിന് ശേഷം സ്റ്റോക്ക് 8% നേട്ടമുണ്ടാക്കി. 390 കോടി ഓർഡർ വിജയത്തിൽ ട്രാൻസ്ഫോമേഴ്സ് റെക്ടിഫയേഴ്സ് 4% നേട്ടവും ഉണ്ടാക്കി. പുതിയ MD CEO ആയി പുതിയ നിയമനം വന്നതോടെ സ്പന്ദന സ്പോട്ടിഫൈ 3% നേട്ടമുണ്ടാക്കി. ഇനി ആർക്കെങ്കിലും 55% ഡിസ്കൗണ്ടോട് കൂടി 1,299 രൂപയ്ക്ക് 3 മാസത്തേക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളും കൂടാതെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളും എല്ലാം നമ്മൾ അവിടെ കൊടുക്കാറുണ്ട്. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ഒരു സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് തന്ന ഒരു സ്റ്റോക്കാണ്, സ്റ്റൈലം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു ബ്രേക്ക്ഔട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 10 മാസത്തിന് ശേഷമാണ് ഒരു ബ്രേക്ക്ഔട്ട് ഈ സ്റ്റോക്കിൽ ഒരു സൈഡ് വേസിന് ശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ പൊതുവെയുള്ള ഒരു ട്രെൻഡ് കൂടി വിലയിരുത്തിയതിന് ശേഷം നമ്മൾ ഇനിയുള്ള പൊസിഷനുകൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ അത്തരത്തിലുള്ള നല്ല സ്റ്റോക്കുകൾ മാത്രം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റ് ഇപ്പോൾ ഓൾ ടൈം ഹൈ ലെവലിലൊക്കെയാണുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ഒന്ന് കോഷ്യസ് ആയിരിക്കേണ്ടതുണ്ട്. സ്റ്റോക്ക് ഒരുപക്ഷെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ കഴിയുന്നത് ഒരു റിവേഴ്സലൊക്കെ വരുന്ന സമയത്ത് 2130 വരികയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. പൊതുവെയുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം. ഒരു ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 2312 ഒരു ടാർഗറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം 2409 ഒരു ടാർഗറ്റ് ആവാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 2055. അടുത്തതായി പറയാനുള്ളത് ഡൗൺ ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെൻഡ് ഉൾപ്പെടെയുള്ള, അതുപോലെ ടാറ്റ മോട്ടോഴ്സ് ഉൾപ്പെടെയുള്ള ചില സ്റ്റോക്കുകൾ തുടർച്ചയായിട്ട് ഇടിവിലാണ്. ഇന്നും ഏകദേശം ട്രെൻഡ് 2% അടുത്ത് ഇടിഞ്ഞിരുന്നു. സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു നല്ല സപ്പോർട്ട് ഏരിയ ആയിരുന്നു 4500 മുതൽ 4750 വരെയുള്ള ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ. അവിടെ നിന്നും മുൻപ് പലതവണയും സ്റ്റോക്കിന് ഒരു ബൗൺസ് ബാക്ക് ലഭിച്ചിട്ടുള്ളതാണ്. 2024 മെയ് മാസത്തിലും അതിനുശേഷം 2025 ഏപ്രിൽ മാസത്തിലും, അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ ലെവലിൽ വരുന്നത് ഈ 2025 ഒക്ടോബറിലായിരുന്നു. ചെറിയൊരു ബൗൺസ് ബാക്ക് കൊടുത്തെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ വീണ്ടും ഡൗൺ ആവുകയായിരുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ച് മറ്റൊരു വീക്ക്നെസ് ആയി പറയാനുള്ളത് സ്റ്റോക്ക് ഇപ്പോൾ 20, 50, 100, 200 ഡേ EMIകൾക്കൊക്കെ താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അത് ഒരു നല്ല നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. സ്റ്റോക്ക് ഇപ്പോൾ പ്രസൻ്റ്ലി ഒരു നെഗറ്റീവ് ബയാസിൽ തന്നെയാണുള്ളത്. നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. സ്റ്റോക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളും ഇതിൻ്റെ സ്റ്റോക്കിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു സ്റ്റോക്ക് HAL ആയിരുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
ഒരു കപ്പ് ആൻഡ് ഹാൻഡിലൊക്കെ ഫോം ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ ആണ് സ്റ്റോക്കിൽ നമുക്ക് ലഭിച്ചത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് 4300 മുതൽ 4360 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സോൺ തന്നെയാണ്. മുൻപ് പലതവണയും ഈ ഒരു സോണിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒരു റിവേഴ്സൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഇനി അതിലും കൂടുതൽ സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ പിന്നീട് ഡൗൺ സൈഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 4000 മുതൽ 4055 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചുള്ള നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂ ആണ് ഇവിടെ പറഞ്ഞത്. ഒരിക്കലും ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളിലൊരു അവയർനെസ് ഉണ്ടാക്കുക, നിങ്ങൾ കൂടുതലായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റഡി പർപ്പസ് എന്ന രീതിയിൽ മാത്രമാണ് ഈ സ്റ്റോക്കുകൾ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ 1299 രൂപയ്ക്ക് 3 മാസത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാം. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് കൂടാതെ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ പൂർത്തിയാവുന്നു. നന്ദി.